ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കവിതയ്ക്കും അപ്പുറം ഈ കവിത ടീച്ചർ എന്ന് പറയുന്ന എല്ലാവർക്കും ആലുവയിൽ ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം. പക്ഷേ ഈ കവിതയ്ക്ക് മുമ്പ് വേറൊരു കവിത ഉണ്ടായിരുന്നു. ചലനശേഷി നഷ്ടപ്പെട്ട് അരയ്ക്ക് താഴെ ആരുടെയോ ഹെൽപ്പില്ലാതെ നടക്കാൻ പറ്റാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് ഞാനൊരു കല്യാണത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോവാം. അപ്പോൾ 7ാം മാസമാണ് ഗർഭം. മൂത്ത കുഞ്ഞിനെ വിളിക്കാൻ നേരത്ത് അന്ന് കാർ പോർച്ചിലേക്ക് ഇറങ്ങിയതാണ്. കാല് തെന്നി ഒരു 2-3 മലക്കം മറിഞ്ഞു വീണു. അരയ്ക്ക് താഴെ അങ്ങനെ ഇരുന്നു പോയി. പക്ഷെ അന്ന് ആ സമയം തൊട്ടിട്ട് പിന്നെ എഴുന്നേൽക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, നേരെ ആശുപത്രിയിലോട്ടാണ് പോയത്. ആദ്യം ലേക്ക് ഷോറിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഈ സമയത്ത്. അങ്ങനെ എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ ചെന്നു. 7ാം മാസത്തിൽ അവർ പ്രസവിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് അപ്പോൾ 7ാം മാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ബുദ്ധിമുട്ടായി മാറും തോന്നി. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആ സമയത്ത് എന്നെ മുമ്പ് ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്ത് നോക്കിയ ഡോക്ടറുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. കോഴിക്കോടാണ് എന്നെ ആദ്യത്തെ പ്രസവത്തിൽ നോക്കിയിരുന്നത്. പ്രസവിക്കാൻ വേണ്ടി മാത്രം എന്നെ കൊണ്ട് കോഴിക്കോട് പോയി. അവിടെ നിന്ന് എങ്ങനെ പ്രസവിച്ചു എന്ന് പോലും എനിക്കറിയില്ല. കാരണം കുഞ്ഞ് വരുന്ന സമയമായപ്പോഴേക്കും എൻ്റെ ബോധം പോയി. ഏകദേശം ഒരു കോമ സ്റ്റേജ് എന്ന് തന്നെ പറയാം. എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പ്രസവിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നീട് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നത് 13ാമത്തെ ദിവസം. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അരയ്ക്ക് താഴെ ഒന്നും അറിയുന്നില്ല. ആ വീഴ്ചേൻ്റെ ആഘാതത്തിൽ നട്ടലിനെന്തോ വലിയ തകരാറ് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ മറ്റുറ്റിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുന്നില്ല. കാരണം സ്വതവേ ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ആരുടെ അടുത്തും അങ്ങനെ വേദനകളൊന്നും പറയാറില്ല. പിന്നീട് ഓരോ ദിവസം വേദന കൂടുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകും. അവിടുന്ന് ഇഞ്ചക്ഷൻ വയ്ക്കും. ഈ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറുതല്ല, നട്ടിലിൻ്റെ മുകളിലാണ് ഇഞ്ചക്ഷൻ വയ്ക്കുന്നത്. 2 ദിവസം അങ്ങനെ കിടക്കണം. അങ്ങനെ ഒരുപാട് വേദന സഹിച്ച് പിന്നീട് മടുപ്പാവാൻ തുടങ്ങി. ഇങ്ങനെ വീട്ടുകാരുടെ കൂടെ ഒരു ദിവസം ഒരു മൂവി കാണാൻ പോയതാണ്. അവർ ഇതുപോലെ തന്നെ പിടിച്ചാണ് കൊണ്ടുവന്നത്. മൂവിയൊക്കെ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അങ്ങോട്ട് മലക്കം മറിഞ്ഞ് വീണ്. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും അവർക്കാകെ ബുദ്ധിമുട്ടായി. ഈ കൊച്ചിനെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളത് അതെൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടാക്കി. വീട്ടിൽ വന്ന് അവിടുത്തെ അമ്മ പറഞ്ഞ്, മോൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നു കിട്ടാണെങ്കിൽ ഒന്ന് പ്രാർത്ഥന ചെയ്യാൻ പറഞ്ഞു. സത്യത്തിൽ അതുവരെ ദൈവത്തിനെ വെറുതെ വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ദൈവത്തിനെ വിളിച്ച്. അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, എനിക്കിനി എന്നെ നോക്കാൻ ആരും വേണ്ട. ഹസ്ബൻഡിനോടൊരു കെറ്റിൽ മേടിച്ച് തരാൻ പറഞ്ഞു. ആ കെറ്റിൽ ചൂടാക്കി എൻ്റെ കുഞ്ഞിന് കുളിക്കാനുള്ള വെള്ളം റെഡിയാക്കും, മൂത്ത ആൾക്ക് വേണ്ടി ആമി. ആ കുഞ്ഞ് ആ ബക്കറ്റിൽ വെള്ളം എടുത്ത് അവൾ ബാത്റൂമിലേക്ക് പോകും. അവൾ എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ഒരു കസേര ഇട്ട് അവിടെ ഇരുത്തി കുഞ്ഞിനെ കുളിപ്പിക്കും. ഡ്രസ്സുകൾ മുഴുവൻ ആ വാഷിംഗ് മെഷീനിലിടും. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ വയ്യാത്ത അവസ്ഥയിലാണെങ്കിലും ഞാൻ ചെയ്യും. കട്ടിലിനോട് ചേർന്ന് ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും. ആ കയറ് പിടിച്ചാണ് ഞാൻ ബാത്റൂമിലേക്ക് പോകുന്നത്. തുണി അലക്കാൻ അഴയിലിടാൻ വേണ്ടി മാത്രം ആളുകളെ ഹെൽപ്പ് ചോദിക്കും. പിന്നെ ഒരു കെറ്റിൽ, ആ കെറ്റിൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗമായിരുന്നു കേട്ടോ. ആ കെറ്റിൽ ചായ തിളപ്പിക്കും, അവിൽ നനച്ച് കൊടുക്കും. ആരുടെ ഒരു ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം തോന്നി. അങ്ങനെ ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് പിന്നെ അടുത്തത്. എല്ലാ കുട്ടികളും നടന്ന് ഇങ്ങനെ കാല് വെച്ച് പോകുന്ന സമയത്ത് മനസ്സിൽ ഭയങ്കര വിഷമായിരുന്നു. ഒരു അടി നടക്കാൻ പറ്റാത്ത രീതിയിൽ. കാരണം എല്ലാവർക്കും ഒരു ഭാരം പോലെയായി മാറി എന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. ലേക്ക് ഷോറിലുള്ള 2ാമത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ കൂനി കൂടി പോകുന്നു. സംഭവം എന്തായിരുന്നു വെച്ചാൽ, പ്രസവത്തിന് ശേഷം നട്ടലിൽ നിന്ന് കാലിലേക്കുള്ള വെയിൻസ് ബ്ലോക്ക് ആയതാണ്. ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് അല്ലായിരുന്നു. പ്രസവിക്കുന്ന സമയത്ത് അത് കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 7ാം മാസം മുതൽ കുഞ്ഞിന് വളർച്ച കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഡെലിവറി വേണമെന്ന് പറഞ്ഞത്. കുഞ്ഞിന് എന്തോ ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ണിനൊരു സ്കിൻഡ് പോലെയായിരുന്നു. അവൾക്ക് ആ ഒരു പ്രീമച്വർ ബേബിയുടെ എല്ലാ പ്രശ്നങ്ങളും ആ ഒരു ബോഡീൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കാനും പിന്നെ എൻ്റെ മൂത്ത കുഞ്ഞിനെയും നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അമ്മയല്ലേ എത്രയായാലും, മറ്റുള്ളവരുടെ എത്രയായാലും അവർക്കൊന്നും നമ്മളെപ്പോലെ ചെയ്തു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അവരൊറ്റ മനസ്സിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാളുടെ ഹെൽപ്പോ ഒരു സ്വന്തമൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്ന സമയത്ത് ഓരോ ഏരിയയിൽ എനിക്ക് വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. എൻ്റെ കൂടെയുള്ള ആളുകൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ വിഷമിക്കരുത് എന്ന് കരുതി അവരൊക്കെ ടൂറിസ്റ്റ് സ്പോട്ട് നേരത്തെ നോക്കി വയ്ക്കും. എന്നിട്ട് പോവും. അപ്പോൾ ഈ ഫോട്ടോസ് കാണുന്ന സമയത്ത് എൻ്റെ ഈ വയ്യായി ആരും അറിയുന്നില്ല.
ടൂറിസ്റ്റ് സ്പോട്ടുകളുടെ പിക്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീട്ടിലും ആണെങ്കിൽ പോലും അറിയുന്നില്ല അവർ ഇത്രയും മോശമായിട്ടുള്ള അവസ്ഥയാണെന്നുള്ളത്. പിന്നെ ഓരോ സമയത്തും എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് കൂടി വന്നു. ഡോക്ടർ പറഞ്ഞ അവസാനം നമുക്ക് സർജറി ചെയ്യാം, ഡേറ്റ് ഒക്കെ നിശ്ചയിച്ച്. ഞാൻ അവസാനം ചോദിച്ചു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പഴയ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു ഡാൻസ് ഇല്ല, പകരം നടന്ന് കിട്ടുക, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡാൻസിനെ പറ്റിയൊന്നും ഇപ്പോൾ തൽക്കാലം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പിന്നെ ആലോചിച്ചു ആയുർവേദം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിന് മുമ്പ് ആദ്യത്തെ പ്രസവത്തിൻ്റെ സമയത്തിന് ഈ കൈക്ക് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ഈ കൈൻ്റെ അതിനെ ക്ലിയറാക്കി തന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഡോക്ടർ ശശിധരൻ. എന്നെ സ്വന്തം കുഞ്ഞിനെ പോലെയായിരുന്നു അവിടുത്തെ അമ്മ നോക്കിയിരുന്നത്. അവിടുന്ന് അവർ ഓരോ 3 മാസം കൂടുന്നേരം ചികിത്സകൾ ഇങ്ങനെ വരുന്നു. അങ്ങനെ മൂത്ത മോളെ ഡാൻസിന് വേണ്ടിയിട്ട് ദേശത്തുള്ള ഒരു പ്രിയ ടീച്ചറുണ്ട്. പതിയെ അവളുടെ അരങ്ങേറ്റത്തിന് സമയമായപ്പോൾ മനസ്സുകൊണ്ട് വിചാരിച്ച് പഴയ പോലെ മോഹിനിയാട്ടം ഒന്ന് ചെയ്തു നോക്കാം. അങ്ങനെ അരങ്ങേറ്റത്തിന് സമയം ഒരു 1 വീക്ക് മുമ്പ് ടീച്ചറുടെ അടുത്ത് പറഞ്ഞു ഞാനും കുഞ്ഞിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പോവാണെന്ന്. ടീച്ചർക്ക് എൻ്റെ അവസ്ഥ അറിയുന്നതാണ്, പക്ഷേ ടീച്ചറും വിചാരിച്ചില്ല ഞാൻ ചെയ്യുമെന്നുള്ളത്. അങ്ങനെ അന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഡാൻസിൻ്റെ, ഗുരുവായൂർ വെച്ചിട്ടാണ് പ്രോഗ്രാം. ഞാൻ ഡാൻസിനുണ്ടെന്നുള്ള അന്ന് രാവിലെയാണ് വീട്ടുകാർ പോലും അറിയുന്നത്. അതിന് മുമ്പ് വേറൊരു കഥയുണ്ട്. ഒരു സൈഡിൽ ഞാൻ ഇരിക്കുക ഇങ്ങനെ അമ്പലത്തിന്. അപ്പോൾ ഓരോരുത്തരും നടന്നു പോകുന്ന സമയത്ത് ഞാൻ ഇവരെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ ശ്രമിക്കും, പിടിക്കും, വീഴുന്നതൊന്നും എനിക്ക് വിഷയമില്ല. പിന്നെ ഒരു ഫുൾ ഞാൻ ചുറ്റമ്പലം നടന്നു വന്നപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി. കാരണം എനിക്ക് തോന്നി നമ്മൾ വിചാരിക്കാതെ നമ്മളെ ബോഡി അനങ്ങൂല. മനസ്സിൽ പറഞ്ഞു ഇനി ഞാൻ ഗുരുവായൂർ തിരിച്ചു വരിക, ഞാൻ ഡാൻസോട് കൂടി. അതിനുശേഷം ആര് വിളിച്ചിട്ടും ഗുരുവായൂർക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മോൾ അരങ്ങേറ്റ സമയത്ത് ഞാൻ പഴയ പോലെ ഡാൻസ് ചെയ്യാൻ പോയി. കരുണ ചെയ്യുക എന്നുള്ളൊരു പദം ലാസ്റ്റ് ചെയ്ത സമയത്താണ് സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ചെയ്തതാണ്. കഴിഞ്ഞപ്പോൾ വീണു, എല്ലാം കഴിഞ്ഞ് കട്ടൻ താഴെ വീണ ശേഷമാണ് ഞാൻ വീണത്. നേരെ ആശുപത്രിയിലോട്ടാണ്. പക്ഷേ ആശുപത്രിയിൽ ഇപ്പോൾ ഇതേപോലെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ച് ഡോക്ടർ ഡാൻസിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഡിസ്ചാർജ് ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡേറ്റ് ഫിക്സ് ചെയ്ത്, എന്നിട്ട് ഡോക്ടർ പറയും പ്രീ പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ വിളിക്കും. ആ ദിവസം അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ CD കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് താൻ തന്നെയാണോ, എന്നാലും മുമ്പത്തെ ചെയ്തതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഞാൻ പുതിയതായിട്ട് ചെയ്ത സംഭവമാണെന്ന്. അപ്പോൾ ഡോക്ടർക്ക് വിശ്വാസമായില്ല. അപ്പോൾ പുള്ളി 2ാമത് MRI ചെയ്തപ്പോൾ സംഭവം അവിടെ തന്നെ ഉണ്ട്, ഒരു മാറ്റവും ഇല്ല. അങ്ങനെ അതിൽ നിന്ന് അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ റിക്കവർ ആയത്. നൃത്തത്തിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം ചെറിയ മോള് സ്കൂളിലേക്ക് കയറിയ സമയത്ത് പാരൻസിൻ്റെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫാദർ എൻ്റെ അടുത്ത് പറഞ്ഞ് കവിതയ്ക്ക് ഡാൻസൊക്കെ അറിയുന്നില്ല, ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യാൻ പറഞ്ഞു. പാരൻസിനൊക്കെ സെറ്റാക്കി നമ്മൾ ഡാൻസ് അവതരിപ്പിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിട്ട് ആസ്വാദനം മാത്രമല്ല ഡാൻസ്, നമ്മൾ മൈൻഡിന് റിലാക്സും കൂടിയാണ്. നമ്മളെ മനസ്സിലുള്ള ഇമോഷൻസാണ് ശരിക്കും ഡാൻസായിട്ട് മാറുന്നത്. ഞാൻ ആ സമയത്ത് എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഡാൻസിലൂടെയായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ജാസ്മിൻ. കാരണം അവളുടെ വീട്ടിൽ നിന്ന് ഞാൻ എടുക്കുന്ന ഡാൻസ് ക്ലാസ്സിൽ നിന്ന് എടുക്കുന്ന ഡാൻസ് കാണുന്ന സമയത്ത് അവളെ വീട്ടിൽ നിന്ന് അവൾക്ക് ആ വിഷമം എന്താണെന്ന് മനസ്സിലാക്കി അവൾ വരും. എന്നിട്ട് കുറച്ച് നേരം വെറുതെ അവൾ കാണും, എന്നിട്ട് അവൾ കുറച്ച് കഴിഞ്ഞ് പോവും. അപ്പോൾ എന്തോ ഒക്കെ പ്രശ്നമുണ്ട്, പക്ഷെ ഒന്നും ചോദിക്കാനൊന്നുമില്ല, തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും. അത് കഴിഞ്ഞ് ഞാൻ ഓക്കെ ആയി. ഞാൻ കവിതേനെ 13 വർഷമായിട്ട് അറിയാം. 13 വർഷത്തിൻ്റെ ഇടയ്ക്ക് അവളുടെ ജീവിതത്തിൽ എനിക്കറിയാവുന്ന ഒരു കവിത എന്ന് പറഞ്ഞാൽ അത്രയും ബോൾഡായിട്ടുള്ള കവിതയാണ്. എനിക്ക് അവളിൽ നിന്ന് ഒരുപാട് എനിക്ക് ജീവിതത്തിൽ പഠിക്കാനൊരു അവസരം കൂടിയാണ്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവൾക്ക് ചെയ്യാൻ പറ്റാവുന്നതിലും കൂടുതലായിട്ട് അവൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഡാൻസ് സ്കൂളിൻ്റെ പേര് റെയിൻബോ ഡാൻസ് അക്കാഡമി. മയൂര എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഇവൻറ്റുകളുടെ പേരാണ്. മയൂരയിലൂടെ പല ടീച്ചേഴ്സിൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ഓൾ കേരള ഭരതനാട്യം കോമ്പറ്റീഷൻ. സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡാൻസ് മാത്രം ചെയ്താൽ പോരാ, ആ ഡാൻസിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യനുകൾ ജഡ്ജസ് ചോദിക്കും, അതിനുള്ള ഉത്തരം പറയായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ ശരിക്കും ഇതായിട്ട് വന്നു. പിന്നെ ഇതിൻ്റെ ഫൈനൽ നടക്കുന്ന സമയമായപ്പോഴാണ് വെള്ളപ്പൊക്കം വന്നത്. അപ്പോൾ അതിലൊരു അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ അമ്മ എന്നെ വിളിച്ചു. അത് ഓട്ടിസം ബാധിച്ച കുട്ടിയായിരുന്നു. അതിന് ഡാൻസ് മാത്രമേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. 24 വയസ്സുണ്ട് ആ കുഞ്ഞിന്. അപ്പോൾ ആ അമ്മ വിളിച്ച് പറഞ്ഞു, ടീച്ചർ ഇത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ മോന് വേറൊരു വഴിയുമില്ല, ഒരാളിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിന് ആരെങ്കിലുമൊക്കെ ഇതൊന്ന് പെർഫോം ചെയ്ത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അയ്യപ്പൻ്റെ അമ്മ കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ കരുതി സ്പോൺസേഴ്സ് ഇല്ലെങ്കിലും ഞാൻ ഇതുവരെ കരുതി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് വെച്ചിട്ടാണെങ്കിലും ഞാൻ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യും. എന്നെ ആദ്യം മുതൽ അവസാനം വരെ സപ്പോർട്ട് ചെയ്ത ഒരു
നമ്മൾ പാരഗൺ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള സുമേഷ് ഗോവിന്ദ് പുള്ളി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ. എനിക്ക് ഒരു സ്പോൺസർ എന്നുള്ള നിലയ്ക്ക് പുള്ളിയായിരുന്നു. മയൂരയുടെ ഒരു ഡാൻസ് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് അവള് ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ട നിമിഷങ്ങൾ, ഫാമിലി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ട നിമിഷങ്ങളിലേക്കും അവൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് കവിതേനെ ശരിക്കും മനസ്സിലായത് സത്യത്തിൽ. അതുവരെ എൻ്റെ ഒരു ഫ്രണ്ടിലുപരി ഒരു ഡാൻസ് ടീച്ചർ ഞാൻ കണ്ട് പരിചയപ്പെടുമ്പോൾ ഒരു കുട്ടികളേക്കും പഠിപ്പിക്കണ ഒരു ഡാൻസ് ടീച്ചർ, അങ്ങനെയാണ് എനിക്ക് അവളെ മനസ്സിലായത്. പക്ഷെ അവൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കഷ്ടപ്പാട് കുറച്ചൊന്നല്ല. ഇനി ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഒരുപാട് അമ്മമാർക്കും സത്യത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഡാൻസിൻ്റെ ആയിട്ടുള്ള എല്ലാ കാര്യം, പക്ഷെ അമ്മമാരെ സംബന്ധിച്ചിട്ട് അവർക്ക് റിലാക്സ് ചെയ്യാനും അവരെ മൈൻഡ് ഫ്രീ ആക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ശരിക്കും റെയിൻബോ ഡാൻസ് അക്കാഡമി. ഒരു ഫോൺ കോൾ മതി അവൾക്ക്, അവൾ പറഞ്ഞെത്തും. എനിക്ക് എന്തൊരു വിഷമം ഉണ്ടായാലും അവൾ എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവണ പോലെ. അതിപ്പോൾ അവളുടെ ഓരോ വിഷമഘട്ടങ്ങളും അവൾ എന്നോട് മാത്രം ഷെയർ ചെയ്യാറുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളത്. റെയിൻബോ ഡാൻസ് അക്കാഡമിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ തന്നെ അക്കാഡമിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പൈസ ഒക്കെ തരാമെന്നൊക്കെ പറഞ്ഞു അഡ്വാൻസ് കൊടുക്കാനുള്ള സമയമായപ്പോൾ ഇതുപോലെ കാശില്ല. ആനന്ദിനടുത്ത് ചോദിച്ചപ്പോൾ ആനന്ദ് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു. പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. പുള്ളി തന്ന ആ എമൗണ്ട് വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് ചെറുതായി ഇപ്പോൾ ഓരോ പ്രോഗ്രാമുകളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് വരുന്നത്. കവിതേശ്വരുടെ കൂടി ഇങ്ങനൊരു സംരംഭം തുടങ്ങി പല പല കാര്യങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംരംഭമാണ്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, കഥക് എന്നിവയാണ് മെയിനായിട്ട് ഞങ്ങളിവിടെ പരിശീലിപ്പിക്കുന്നത്. പോളിയോ ബാധിച്ച കുട്ടികൾക്ക് പോളിയോ വരുന്ന സമയത്ത് 6 മാസം കൊണ്ട് അവർക്ക് പോളിയോ വരുന്നത്. ആ പോളിയോ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ചു കാലം കഴിഞ്ഞാൽ ആ ഭാഗം കൊണ്ട് അവർ ജീവിതഭാഗമാക്കി അവർ മാറ്റും. ഇതേപോലെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉള്ളിൽ പോളിയോ ഉണ്ടെന്ന് ഞാൻ കരുതിക്കോളാം, പക്ഷെ അത് എൻ്റെ ബോഡി പാർട്ട്, എൻ്റെ പ്രോബ്ലം എൻ്റെ ബോഡി പാർട്ടാക്കി ഞാൻ മാറ്റി. അതിന് മറ്റുള്ളവരുടെ സപ്പോർട്ടോ ഇതൊന്നുമല്ല, നമ്മളെ മനസ്സിൽ ശക്തി നമുക്ക് സ്വയം തോന്നിക്കുന്ന ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്നത്. അത് വേറെ ആളുകളിൽ നിന്ന് നമ്മളിൽ വന്നു ചേർന്നില്ല. ചില ആളുകൾക്ക് സപ്പോർട്ട് കിട്ടിയാലേ ഉള്ളൂ. മാനസികമായി തളരാതിരിക്കുക. നമ്മൾ അങ്ങനെ തളർന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ മനസ്സാണ് നമ്മളെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം, വേറെ ഒന്നുമല്ല. എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളുണ്ടാവും. ആ പ്രതിസന്ധികളിൽ ഓരോ വ്യക്തികളോടും ചേർന്ന് നിന്ന് ഒരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി, അവർ പറന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ കാര്യങ്ങൾ നീക്കിയാൽ എല്ലാവരും എല്ലാ രീതിയിലും സന്തോഷമുള്ള ആളായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനിയും എനിക്ക് ചെയ്യാനുള്ളതും എൻ്റെ ചുറ്റുപാടും ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു ശക്തി എനിക്ക് ആ ഈശ്വരൻ തരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള സന്തോഷവും ഉണ്ടാവട്ടെ.